എത്ര വേഗം ദിവസം പോയല്ലേ. തിരുവോണത്തിന് ഇനി ആകെ 2 ദിവസവും കൂടിയേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഇന്നത്തെ ഓണം പുലർന്നത് പൂരാട നക്ഷത്രത്തിലാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ നാളിന്റെയും പൂവിടുന്ന വീഡിയോ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല, ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് കുറച്ച് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾ വീട്ടിൽ പൂവൊന്നും ഇടുന്നില്ലേന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാ ദിവസവും എന്റെ വീട്ടിൽ പൂവിടുന്നുണ്ട്, എന്നാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട തിരക്കൊണ്ടാണ് കേട്ടാ പൂവിടുന്ന വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പൊ ദൈവം അനുഗ്രഹിച്ച് ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത ഓണത്തിന് ഞാൻ എല്ലാ വീഡിയോസും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് പൂവിന്റെ നടുവിൽ വെക്കാന് മുക്കുറ്റി പറിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല വണ്ണുള്ള മുക്കുറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ഓണോടാൻ ഞാൻ തുടങ്ങുന്നുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പൂവേ കിട്ടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അത്തത്തിന് കുറെ പൂവുണ്ടേനു. ഏകദേശം ഇതാ തിരുവോണം അടുപ്പിച്ചാകുമ്പോൾ പൂവ് കുറഞ്ഞു വരുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എന്തായാലും കഷ്ടിച്ച് പൂരാടം വരെ ഇടാനുള്ള പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ ഉത്രാടത്തിനും മറ്റന്നാൾ തിരുവോണത്തിനും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാട്ടാ. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓണാവുമ്പോൾ മുറ്റത്ത് ഒരു തറയെല്ലാം കെട്ടുന്നത്. അങ്ങനെ തറയെല്ലാം കെട്ടി പൂടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ ഇപ്രാവശ്യത്തെ ഓണത്തിന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അടുത്ത പ്രാവശ്യത്തെ ഓണത്തിന് ദൈവം സഹായിച്ച് അങ്ങനെ ആക്കാൻ പറ്റുമെന്ന് നോക്കാട്ടാ. എന്റെ വീടിന്റെ മുറ്റത്ത് ജില്ലിക്കല്ല ആയതുകൊണ്ട് തന്നെ പൂവിടുമ്പോൾ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ എല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാം സെറ്റ് ആക്കാം എന്തായാലും. അപ്പൊ ഏകദേശം ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കിയിട്ടുണ്ട്. ഏകദേശം ഉള്ള പൂവെല്ലാം വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പൂവിടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം വൃത്തിയാക്കി ഒന്ന് എടുത്താൽ തന്നെ പൂ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. അപ്പൊ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്യാട്ടോ എന്തായാലും. അപ്പൊ ഇന്നലത്തെ പൂവിനെ അപേക്ഷിച്ച് ഇന്നത്തേത് അത്ര ഭംഗിയായിട്ടില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ കുറച്ചും കൂടി അധികം പൂവുണ്ടേനു. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്കാളത്തെ രസം ഇന്നലത്തെ പൂവിന് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേരുന്നു.